അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കാൻ പോകുന്ന ഈ വ്യാപാര പോളിസികളിൽ വലിയ ചേഞ്ചുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ പോലും ഇത് റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. സർ, എങ്ങനെയാണ് അതിനൊന്ന് വിലയിരുത്തുക? അതായത് ഇപ്പോഴത്തെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ ജിയോ പൊളിറ്റിക്സ്, ഭൗമരാഷ്ട്രീയം. രണ്ട് ട്രേഡ്. ഇപ്പോൾ ട്രേഡിനെയാണ് ഇപ്പം വെപ്പണൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് ശരിക്കും ട്രേഡിനെ വെപ്പണൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ട്രംപ് എന്ത് തീരുമാനിക്കുന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഏത് നിമിഷം വേണമെങ്കിലും ട്രംപ് തീരുമാനങ്ങൾ മാറ്റാം. ഏപ്രിൽ 2 മുതൽ ഈ പുതിയ താരിഫ് എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപകമാക്കും എന്നും പറഞ്ഞിട്ടാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾസ് ഡേ ആയതുകൊണ്ട് ഏപ്രിൽ 2 ഡേ ഓഫ് ലിബറേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഏപ്രിൽ 2 തൊട്ട് പുതിയ താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറയുന്നത്. മാത്രമല്ല, ഇത് അമേരിക്കൻ വിപണിയിലും മുഴുവൻ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധരും അതേപോലെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ താഴേക്ക് പോകുന്നു. അമേരിക്കയിൽ റിസഷൻ ഡിക്ലെയർ അല്ല, പിന്നെ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞിരിക്കുന്നു ഈ വർഷം തന്നെ റിസഷൻ ഉണ്ടാവും, അതല്ലെങ്കിൽ അടുത്ത വർഷം എന്തായാലും ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അമേരിക്കയിലെ സാമ്പത്തിക സ്ഥിതിയും വളരെയധികം ഗുരുതരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ റെസിപ്രോക്കൽ ടാരിഫ് ഏർപ്പെടുത്തുന്ന കാരണം മറ്റു രാജ്യങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാരം മുഴുവൻ അനുഭവിക്കുന്നത് അമേരിക്കൻ ജനതയാണ്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ. അതുപോലെ തന്നെ കാനഡയിൽ നിന്നുള്ള കാറിൻ്റെ എക്സ്പോർട്ടിനെല്ലാം 25% വീണ്ടും കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇതുകൊണ്ടാണ് ഇതേ സംഗതി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്കും വരാൻ പോകുന്നത്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, ശത്രുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഇതിനകത്ത് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറയുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഈ 2 ദിവസത്തേക്ക് മുമ്പ് വേറൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ചില രാജ്യങ്ങളിലെ ഈ പാക്കേജിൽ നിന്ന് ഒഴിവാക്കും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യ പെടുമോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ രണ്ടായാലും ട്രംപിൻ്റെ ഈ ട്രേഡ് നിലപാട് അല്ലെങ്കിൽ ഈ താരിഫ് യുദ്ധം അത് എപ്പോഴും അനിശ്ചിതത്വം നിലനിർത്തുക ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അമേരിക്കയിൽ നിന്നുള്ള ഉന്നതരെല്ലാം ഉന്നത സംഘവും പ്രധാനപ്പെട്ട ഉദാഹരണത്തിന് തുൾസി ഗബാർഡ് ഉൾപ്പെടെ പല ആൾക്കാർ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് അമേരിക്കയുടെ ഏറ്റവും ഉന്നത, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, ഇപ്പോൾ ഡൽഹിയിലുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും അനിശ്ചിതത്വത്തോടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലും വിദേശകാര്യ മന്ത്രി ജയശങ്കറുമായിട്ട് പ്രൈം മിനിസ്റ്റർ ഇവർ 3 പേരും കൂടെ വിശദമായ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായി. അപ്പോൾ ആ ചർച്ചയുടെ എന്താണ് സംഗതി എന്നുള്ളത് പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിലും അറിയുന്ന സംഗതി എന്ന് പറയുന്നത് ഇന്ത്യ ചൈനയുമായിട്ടുള്ള നിലപാടുകളിലും നല്ല അയവ് വരുത്താൻ പോകുന്നു. ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ ഒരു പരിധിവരെ ഇല്ലാണ്ടാക്കാൻ പോകുന്നു. അതേപോലെ തന്നെ ചൈനയ്ക്ക് ഈ പറഞ്ഞതുപോലെ കുറേ ആപ്പുകൾ നമ്മൾ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. 2020 അതിർത്തിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുതലായിരുന്നല്ലോ ചൈനയും നമ്മളും തമ്മിലുള്ള, ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായത്. അപ്പോൾ ആ ബന്ധം വഷളായതിനെ വീണ്ടും പുനഃസ്ഥാപിച്ച് ഇങ്ങനെ ഒരു പാളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലും ഈ ട്രംപിൻ്റെ വരവിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കുറേയധികം മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിരോധിച്ച ആപ്പുകളിൽ പലതും ഇന്ത്യ വീണ്ടും തുടങ്ങാൻ ചൈനയ്ക്ക് അനുമതി കൊടുക്കുന്നു. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുമതി കൊടുക്കുന്നു. അതേപോലെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇരു രാജ്യങ്ങളും തമ്മിൽ താമസിയാതെ അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ പോകുന്നു. അങ്ങനെ ചൈന എന്ന് പറയുന്നത് ചൈനയ്ക്ക് ഇന്ത്യയുടെ ഒരു തുറന്നു കിട്ടുകയാണെന്ന് വെച്ചാൽ വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഈ ട്രേഡ് വാറിൽ നേരിടുന്നത് ചൈനയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ട്രേഡ് വാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൈനയ്ക്ക് ഇന്ത്യയുടെ മാർക്കറ്റ് കൂടുതൽ തുറന്നു കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയുടെ ഈ പറഞ്ഞ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഭീഷണിയെ ശക്തമായിട്ട് നേരിടാൻ പറ്റും. മാത്രമല്ല, അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാർ മാത്രമല്ല, ഏത് വാറിന് വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാണെന്ന് ചൈന പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പുകളും പശ്ചാത്തലങ്ങളും നടക്കുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം നടക്കുമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആണ് ഈ പുതിയ സംഗതികൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാനും ഈ രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മാർക്കറ്റാണ്. മാത്രമല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള പല യന്ത്രോപകരണങ്ങളുടെ ഈ ആക്സസറീസും സാമഗ്രികളും ഒക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ ചൈനയും ഈ നിരക്ക് കുറയ്ക്കാൻ ബാധ്യസ്ഥരാകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ
ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന സംഗതി. അപ്പം ഗ്ലോബൽ സൗത്തിനകത്ത് റഷ്യ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രിക്സ് രാജ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഗ്ലോബൽ സൗത്ത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ പുതിയ ഒരു സാഹചര്യത്തെ കൺസോളിഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് അമേരിക്ക വല്ലാതെ ഭയപ്പെടും അല്ലേ? അമേരിക്കയ്ക്ക് വലിയ ദോഷം ചെയ്തു, മാത്രമല്ല യൂറോപ്പിനും. കാരണം ഇതുവരെ ഇപ്പൊ യൂറോപ്പ് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അമേരിക്കയും ഒന്ന് മാറി, അമേരിക്ക മാറി. മാത്രമല്ല അമേരിക്കയും റഷ്യയും തമ്മിൽ ഇപ്പൊ ചേർന്നിട്ടാണ് പോകുന്നത്. അതിനകത്ത് അമേരിക്കയും റഷ്യയും എന്നുള്ളതിനേക്കാൾ ഉപരി പുടിനും ട്രംപും തമ്മിലുള്ള ദൃഢമാണ്. അപ്പൊ ട്രംപ് ഇപ്പൊ ഈ വിറ്റ്കോഫ് ട്രംപുമായിട്ട് ഡിസ്കഷൻ നടത്തി. ഇപ്പൊ ജിദ്ദയില് ഈ 3 പാർട്ടികളുടെ ഡിസ്കഷൻ നടത്തിയിട്ട് ഈ സ്റ്റീവ് വിറ്റ്കോഫ്, അതായത് ട്രംപിന്റെ സുഹൃത്തും ദൂതനുമാണല്ലോ സ്റ്റീവ് വിറ്റ്കോഫ്, അദ്ദേഹം പുടിനുമായിട്ട് ചർച്ച നടത്തിയപ്പോഴത്തേക്ക് പുടിൻ ഒരു പ്രത്യേക പെയിന്റിങ്, അതിമനോഹരമായ പെയിന്റിങ് ട്രംപിൻ്റെ അത് വരച്ചിട്ടാണ് ഇയാളുടെ കൈ കൊടുത്തയച്ചിരിക്കുന്നത്. എന്നിട്ട് ട്രംപ് ഈ വിറ്റ്കോഫ് പറഞ്ഞിരിക്കുന്നത്, ട്രംപിനെ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് വെടിയേറ്റ സമയത്ത് പുടിൻ പള്ളിയിൽ പോയി ട്രംപിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം, വ്യക്തിപരമായ സൗഹൃദം, 2 രാജ്യങ്ങളുപരി വ്യക്തിപരമായ സൗഹൃദം ഈ ഇപ്പോൾ നടക്കുന്ന ആ ഒരു ഭൗമ രാഷ്ട്രീയത്തെ നിർണായകമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ ഗ്ലോബൽ സൗത്ത് എന്നുള്ള സാധനം. ആ ഗ്ലോബൽ സൗത്തിലേക്ക് വരുന്ന സമയത്ത് റഷ്യ, ചൈന, അതേപോലെ ഇന്ത്യ, ഇങ്ങനെയുള്ള രാജ്യങ്ങളും, അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇപ്പം സമീപ പ്രദേശത്തുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളോട്ടൊക്കെ ബംഗ്ലാദേശിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ബംഗ്ലാദേശും പാകിസ്ഥാനും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ല ബന്ധത്തിലുമാണ്. അപ്പോൾ ആ ഒരു വലിയൊരു വിപണി അവിടെ തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വിപണിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി നടത്തിക്കൊണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയെ നേരിടാമെന്നുള്ളതാണ് ഇന്ത്യ ഇതിനെ സ്ട്രാറ്റജിക്കലായിട്ട് കാണുന്നത്. പക്ഷെ അമേരിക്ക ഇതിനകത്ത് അപകടം മണത്തിട്ടല്ലേ ആദ്യം ഈ പറയുന്ന മെക്സിക്കോയ്ക്കെതിരെ, അതുപോലെ തന്നെ കാനഡയ്ക്കെതിരെയൊക്കെ ഒരു നിരക്ക് വർധന പ്രഖ്യാപിക്കുന്നു, പിന്നീട് പിൻവലിക്കുന്നു, ചൈനയ്ക്കെതിരെ പ്രഖ്യാപിക്കുന്നു, പിൻവലിക്കുന്നു, ഇന്ത്യക്കെതിരെ പിൻവലിക്കുന്നു. അപ്പോൾ ഇതെല്ലാം അമേരിക്ക മുൻകൂട്ടി കാണുന്നുകൂടിയില്ലേ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ? തീർച്ചയായിട്ടും കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു അമേരിക്കൻ ജനതയുടെ ഇടയിൽ പോലും ഈ പറഞ്ഞതുപോലെ ഇത് ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത്, ഇപ്പം ട്രംപ് ഇതൊക്കെ ചെയ്യുന്നത്, ഇപ്പം ടെസ്ല കാറിൻ്റെ മേൽ ചുമത്തിരിക്കുന്ന നികുതി, അപ്പോൾ മെയിനായിട്ട് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും വന്നുകൊണ്ടിരുന്ന സാധനം. അപ്പോൾ അതിൻ്റെ പുറത്ത് 25% അഡീഷണൽ ആയിട്ടുള്ള താരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രാദേശികമായിട്ടുള്ള, ടെസ്ല തുടങ്ങിയിട്ടുള്ള, അതേപോലെ ജനറൽ മോട്ടോഴ്സിൻ്റെ നിർമ്മാണം, ഇവരെയൊക്കെ വളരെയധികം പ്രാദേശികമായ അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള മാനുഫാക്ചറിങ്ങിനെ, അതിൻ്റെ വിപണനത്തിനെയും മാർക്കറ്റിങ്ങിനെയും സഹായിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ടെസ്ലയും ജനറൽ മോട്ടോഴ്സൊക്കെ ഉൾപ്പെടെയുള്ള. പക്ഷേ അതിനകത്ത് വേറൊരു സംഗതി എന്ന് പറയുന്നത്, അതുപോലും അനുഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ജനറൽ മോട്ടോഴ്സ്, ഇപ്പോൾ ഫോർഡിൻ്റെ വണ്ടികൾ വാങ്ങിക്കുകയാണെങ്കിൽ ഫോർഡിൻ്റെ മിക്ക സ്പെയർ പാർട്സും വരുന്നത് കാനഡയിൽ നിന്നാണ്. അപ്പോൾ കാനഡയും റെസിപ്രോക്കൽ ടാരിഫ് ചുമത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും ആര് വഹിക്കേണ്ടി വരും? അമേരിക്കൻ ജനത വഹിക്കേണ്ടി വരും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് ഈ ട്രേഡ് വാറിനകത്ത് അമേരിക്കൻ ജനതയാണ്. അപ്പോൾ ആ ഒരു സംഗതിയിലാണ് ഇപ്പോൾ അമേരിക്കയിലെ ആഭ്യന്തരമായിട്ട് പോലും ഇത് ഈ ട്രംപിൻ്റെ ഈ മുൻകൂട്ടി അല്ലെങ്കിൽ ആ ഒരു ചിന്തയില്ലാത്ത രീതിയിലുള്ള ഈ ട്രേഡ് നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അമേരിക്കൻ ജനതയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്ന സാധനം. പക്ഷേ അതേ സമയത്താണ് നമ്മുടെ ഈ ഗ്ലോബൽ സൗത്തിലേക്ക് ഇതിലൂടെ സ്ട്രക്ചർഡായി വരുന്നത്. ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത് അതുമാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇപ്പം കാനഡയിൽ ഇപ്പോൾ ഇതിനകത്ത് അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇപ്പോൾ അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കാനഡയിലെ മാർക്ക് കോർണി പ്രൈം മിനിസ്റ്റർ സ്ഥാനം ഏറ്റെടുത്ത് ആദ്യം പരമ്പരാഗതമായിട്ട് അവർ വിസിറ്റ് ചെയ്യുന്നത് US-ലാണ്. പക്ഷേ ഇദ്ദേഹം പോയത് നേരെ യൂറോപ്പിലേക്കാണ് പോയത്. ചിട്ടോട്ടങ്ങളൊക്കെ മാറി. അപ്പോൾ വീണ്ടും ഒരു പുതിയ വ്യാപാര അന്തരീക്ഷവും അതല്ലെങ്കിൽ ഒരു വ്യാപാര സംസ്കാരം ഉണ്ടാകാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളുടെയും ഒരു ഗണ്യമായ കയറ്റുമതികളിൽ നല്ലൊരു ശതമാനവും
അമേരിക്കയിലേക്കായിരുന്നു എന്നുള്ളതാണ്. ഉം. കാരണം അമേരിക്ക എന്ന് പറയുന്നത് ഈ ലോക ജനസംഖ്യയിൽ 5% ജനസംഖ്യ ഉള്ളത്. പക്ഷേ ലോകത്തെ മിനറൽ റിസോഴ്സസിൻ്റെ 56-60% കൺസ്യൂം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് ഈ അമേരിക്കക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കയറ്റുമതി അങ്ങോട്ട് പോകുന്നത്. ഉം. അപ്പോൾ അത് അമേരിക്കയുടെ ഈ നടപടി എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഉം. ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുന്ന ഒരു രാജ്യം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ വിയറ്റ്നാം. ഉം. വിയറ്റ്നാമിൻ്റെ 80% കയറ്റുമതിയും അമേരിക്കയിലേക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യങ്ങളെയൊക്കെ ബാധിക്കും. അപ്പോൾ അവിടെയൊക്കെയാണ് ഇത്തരം രാജ്യങ്ങളുമായിട്ടുള്ള പുതിയ വിപണികൾ കണ്ടെത്തുകയും അപ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളതാണ് ഇനി നമുക്കിനി കണ്ടറിയേണ്ട സംഗതി. അത് ഏത് രീതിയിൽ ഈ ഓരോ ഡൊമസ്റ്റിക് മാർക്കറ്റിനെയും അത് സ്വാധീനിക്കാൻ പോകുന്നു, സാധ്യതകൾ വർദ്ധിക്കുകയാണോ ചെയ്യുന്നത്, അതോ മറ്റേതെങ്കിലും പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്ക് പോകുകയാണെന്നുള്ളതൊക്കെ ഇനി കണ്ടറിയാനേ പറ്റത്തുള്ളൂ സാർ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഈ ഒരു യുദ്ധം തുടങ്ങി വെച്ചു, മറ്റു രാജ്യങ്ങൾ നല്ല തിരിച്ചടി കൊടുക്കുന്നു, അങ്ങനെ പറഞ്ഞു നിർത്തി തിരിച്ചടി കൊടുക്കുകയും ചെയ്യുന്ന അവർ റീസ്ട്രക്ചർഡ് ആകും, പുനഃസംഘടിതമാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.